ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കമൻറ്റ് എനിക്ക് വേണ്ടി ഒരു സഹോദരൻ അയച്ചായിരുന്നു. ആ കമൻറ്റിനെ കുറിച്ചാണ്. വാർത്ത വളരെയധികം കഷ്ടപ്പെട്ടാണ് വായിക്കുന്നത്. അതുകൊണ്ട് അത് നല്ല രീതിയിൽ വായിക്കുവാനുള്ള തിരിച്ചറിവ് ഈ മനുഷ്യന് കൊടുക്കണമെന്നുള്ള ദുആ, അത് അള്ളാഹുവിനോട് ദുആ ചെയ്തിരിക്കുന്നതാണ് കണ്ടത്. സഹോദരൻ ആ കമൻ്റ് ഇട്ടത് അതെനിക്ക് നല്ലതിന് വേണ്ടിയാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാത്ത കാര്യങ്ങളുണ്ട്. അത് ഓരോരുത്തർ പറയുമ്പോൾ മാത്രമാണ് നമുക്കത് ആ തെറ്റുകൾ മനസ്സിലാക്കാൻ തന്നെ കഴിയുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ ഒരു വാർത്താ ചാനലുകാരനല്ല. കാരണം പണ്ടൊരു കാലമുണ്ടായിരുന്നു. ആ കാലമെന്ന് പറയുമ്പോഴത്തേക്ക് അന്ന് മൊബൈലോ അല്ലെങ്കിൽ ടി വിയോ കറണ്ട് പോലും ഇല്ലാത്ത ഒരു 10-35 വർഷങ്ങൾക്ക് 40 വർഷത്തിന് മുമ്പായിട്ട് തന്നെ ഉണ്ടായിരുന്നു. വീട്ടിലന്ന് മണ്ണെണ്ണ വിളക്കായിരുന്നു ഉണ്ടായിരുന്നത്. മണ്ണെണ്ണ വിളക്കുണ്ടായിരുന്നു. അതിലിതുപോലെ ഉള്ള ബസ്സും യാത്രകളൊന്നും അന്ന് അങ്ങനെയുള്ള ഒരുപാട് ബസ്സുകളോ മറ്റോ ഇതുപോലെയുള്ള യാതൊരു സജ്ജീകരണങ്ങളും അന്ന് ഇല്ലാത്ത ഒരു കാലഘട്ടം അന്നുണ്ടായിരുന്നു. അന്ന് ഒരു ദിവസം നമ്മൾ പിള്ളേരായിരിക്കുമ്പോൾ തന്നെ ഒരു ദിവസം അന്ന് ജോലിക്ക് പോയി കഴിഞ്ഞാൽ അന്ന് എനിക്ക് കിട്ടുന്നത് 2 രൂപയാണ്. അന്നത്തെ കാലത്ത് കിട്ടുന്നത് 2 രൂപ. അത്രത്തോളം ഗതികെട്ട ഒരു ജീവിതമായിരുന്നു. നമുക്ക് ഒരു ഉടുക്കമുണ്ട്. കാരണം ഉടുത്ത് ഒന്ന് ഉടുത്ത് കഴിഞ്ഞിട്ട് മറ്റത് മാറാനുള്ള ഡ്രസ്സ് പോലും ഇല്ലാത്ത ഒരു കാലഘട്ടം അന്നുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളൊക്കെ പയ്യന്മാരായിരിക്കാം, അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഞാൻ നമ്മളെയൊക്കെ വീട്ടിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടും ദുഃഖങ്ങളും, നമുക്കൊന്നും പഠിക്കാനൊന്നും അന്ന് കഴിഞ്ഞിരുന്നില്ല. കാരണം അന്നൊരു പുസ്തകം വായിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു നമ്മളൊക്കെ പഠിപ്പിക്കുന്ന കാലത്ത്. അതുകൊണ്ട് അന്ന് നമുക്ക് പഠിപ്പിക്കാനും ഒരു നേരത്തെ ആഹാരത്തിന് പോലും അന്നൊന്നും ആ കാലഘട്ടത്തിലൊന്നും അന്ന് നിലനിൽപ്പില്ലായിരുന്നു. അങ്ങനെയൊക്കെ ജീവിച്ചു വന്ന ഒരു പശ്ചാത്തലമാണ് നമുക്കുള്ളത്. പിന്നെ ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉദാഹരണ സഹോദര നിങ്ങളെല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സ്പഷ്ടമായി പറയാം, ഇന്നത്തെ കുട്ടികൾ മുഴുവനും മൊബൈലിൽ മാത്രമാണ് അവരുടെ ജീവിതം. അവർ മൊബൈലിൽ തന്നെ കളിച്ച് ചിരിച്ച് മൊബൈൽ കൊണ്ട് നമ്മൾ നേരത്തെ പറങ്ങാണ്ട് കളിച്ചും പന്ത് കളിച്ചും അല്ലാതെ കുട്ടിയും കുന്നും കളിച്ചും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല രീതിയിലൊക്കെ ജീവിച്ച ഒരു കാലഘട്ടം നമുക്ക് പണ്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ കുട്ടികളൊന്നും അങ്ങനെയല്ല. അവർ 24 മണിക്കൂറും മൊബൈലിന് അടിമപ്പെട്ട് മൊബൈലിൽ അടിമപ്പെട്ടാണ് ജീവിക്കുന്നത്. ഞാൻ പക്ഷെ വന്നത് ഒരു മൊബൈൽ എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതം ഇനിയിപ്പോൾ എന്താ പറയുക, ഈ മക്കളെ ഒന്നും നോക്കിയിട്ടൊന്നും ഇനി യാതൊരു കാര്യവുമില്ല. മക്കളെ കൊണ്ടൊന്നും ഇനിയിപ്പോൾ ജീവിച്ച് മുമ്പോട്ട് പോവാൻ മക്കളെയൊക്കെ നമ്മൾ ഒരു പ്രാപ്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നോക്കും എന്ന് ആരും വിചാരിക്കേണ്ട. നമ്മളാരും അങ്ങനെ വിചാരിക്കേണ്ട. ഇന്നത്തെ കാലഘട്ടങ്ങൾ വേറൊരു ലെവലിൽ കൂടിയുമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇനി എൻ്റെ പ്രായങ്ങൾ ഇപ്പം ഒരുപാട് കൂടി, എൻ്റെ പ്രായങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഇനിയിപ്പം അവസാനം ഏതെങ്കിലും ഒരു നിലയിൽ ഇത്തിരി വെള്ളം കൂടി നടക്കുന്ന ഒരു മാർഗമാണ് ഞാൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ജോലി ചെയ്ത് ഇപ്പോഴും ജോലിക്ക് തന്നെ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ജോലി ചെയ്ത് അതിൻ്റെ കൂടെ മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനെ നടക്കുന്നത്. പിന്നെ ഞാൻ അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇനിയുള്ള കാലത്ത് അങ്ങോട്ട് ജീവിച്ചു പോകാം എന്നതാണ് എൻ്റെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. പിന്നെ 4 സഹോദരങ്ങൾ ഇതുപോലെ നമ്മളെ അറിയുകയും ചെയ്യുമല്ലോ എന്നുള്ളതിനെ കുറിച്ചാണ്. അല്ലാതെ മറ്റുള്ള വേറെ ഒരു ഉദ്ദേശവും ഇതിൽ നിന്നും ഞാൻ കാണുന്നില്ല. വേറെ ഒരു ഉദ്ദേശവും ഇതുകൊണ്ടില്ല. പിന്നെ പറയാനുള്ള കാര്യം, അതായത് ഈ ലോകത്ത് വലിയ വലിയ വാർത്താ ചാനലുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിലോട്ട് ആൾക്കാർക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ വലിയ വലിയ വാർത്താ ചാനലിലും നല്ലതുപോലെ സംസാരിക്കുന്നവരും വിദ്യാഭ്യാസം ചെയ്തവരും ചെയ്യാത്തവരും എല്ലാവരും വാർത്താ ചാനലുകളും ഇതുപോലെ യൂട്യൂബിൽ വന്ന് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള വലിയ വലിയ ഹോൾസെയിൽ കടകൾ, ഇന്ത്യയിലെ ലോകത്തിലെ വലിയ വലിയ ഹോൾസെയിൽ കടകൾ, മറ്റുള്ള കടകൾ, മറിച്ച കടകൾ എന്ന് വേണ്ട ചെറിയ സൂപ്പർ മാർക്കറ്റുകൾ, മറ്റുള്ള രീതികളെല്ലാം ഈ നാട്ടിൽ പലരും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും
ഗതികെട്ട കുറഞ്ഞ ഒരു പെട്ടിക്കടയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ഒരു കടയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്താണ് ഞാൻ ഇതിൽ കൂടി പറഞ്ഞു വരുന്നതെന്ന്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കൊള്ളട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ കിടന്ന് ഭയങ്കരമായി കുരയ്ക്കുകയും എന്താ ഈ നല്ലതുപോലെ വാർത്ത ചെയ്യാൻ അറിഞ്ഞുകൂടാന്ന് നിങ്ങൾ പറയുകയും ചെയ്യുന്നത്. കാരണം ഞാൻ ഒരു മീൻകടയിൽ ചെന്നിരുന്നാലും ഇത് വില കൂടുതലാണ്, ഇത് വില കുറവാണ്, ഇങ്ങോട്ട് വരി എന്നാണ് വിളിക്കുന്നതൊക്കെ. അതുപോലെ അങ്ങനെ ആയിപ്പോകുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. ആരെങ്കിലും 10 പേര് കണ്ട് അങ്ങനെ വരട്ടെ എന്നുള്ളൊരു തോന്നലിലാണ് ഞാനത് അങ്ങനെ കിടന്ന് പറയാറുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ സദയം നിങ്ങൾ കാണുന്നവർ ക്ഷമിച്ചു കൊള്ളണം. പിന്നെ ഞാൻ ആരോടും ഒരു സബ്സ്ക്രൈബർ തരണമെന്നൊന്നും ചോദിക്കാറില്ല. പക്ഷേ ആരെങ്കിലും തന്ന് അങ്ങനെ സഹായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ലൈക്കും ചെയ്യണം. അപ്പോൾ എൻ്റെ ഈ കട ഒരു ഏറ്റവും ഈ ദുനിയാവിൽ ഈ ലോകത്തിൽ ഏറ്റവും കുറഞ്ഞൊരു കടയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതായത് യൂട്യൂബിൽ ഞാൻ ചെയ്യുന്ന ഒരു പ്രവർത്തനം. അപ്പോൾ അതിൽ ഇഷ്ടമുള്ളവർ വന്ന് സാധനം വാങ്ങിക്കുക. കാരണം ഇഷ്ടമുള്ള ആർക്കെങ്കിലും എന്നെപ്പോലെയുള്ള പാവങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ ഈ സഹോദരൻ ചെയ്തതുപോലെ കമൻറ്റ് ചെയ്യുക. നല്ല കാര്യം. ഞാൻ ആ കുടുംബത്തിനും ആ സഹോദരൻ്റെ കുടുംബത്തിനും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്ക് ഇവിടെ അവസാനിക്കുന്നു. ടൈം മീഡിയ നിങ്ങൾക്ക് അത്